നമസ്കാരം. അങ്ങനെ വനിതാ സംവരണത്തെ മറയാക്കി ദേശീയ രാഷ്ട്രീയത്തിന്റെ അലകുംപിടിയും മാറ്റിമറിക്കാനുള്ള ബിജെപിയുടെ ഗൂഢപദ്ധതിയാണ് പാർലമെന്റിൽ പരാജയപ്പെട്ടത്. ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ 2/3 ഭൂരിപക്ഷം അനിവാര്യമായിരുന്നു. ഭരണപക്ഷത്തിന് കിട്ടിയത് 298 വോട്ട്, സംയുക്ത പ്രതിപക്ഷത്തിന് കിട്ടിയത് 230. പ്രതിപക്ഷം ഒറ്റക്കെട്ടോടെ നിന്ന് ബിജെപിയുടെ നിഗൂഢ പദ്ധതിയെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് വനിതാ സംവരണമായിരുന്നില്ല, മണ്ഡല പുനർനിർണയമായിരുന്നു. ലോകസഭയിലെ അംഗസംഖ്യ 850 ഉയർത്തി തങ്ങളുടെ തട്ടകങ്ങളിൽ മേൽക്കോയ്മ സൃഷ്ടിച്ച് ദേശീയ രാഷ്ട്രീയത്തെ എന്നേക്കുമായി റാഞ്ചിയെടുക്കാനുള്ള ഒരു ഗൂഢപദ്ധതിയാണ് ബിജെപി ഇതിലൂടെ ആസൂത്രണം ചെയ്തത്. തെരഞ്ഞെടുപ്പിനിടയ്ക്ക് ബംഗാളിലും തമിഴ്നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, അതിനിടയ്ക്ക് ഇത് കൊണ്ടുവന്നാൽ പ്രതിപക്ഷത്തിന് ആശയക്കുഴപ്പമുണ്ടാവും. മാത്രമല്ല, പ്രതിപക്ഷത്ത് എത്ര പാർട്ടികളാണ്, പരസ്പരം പോരാടുന്ന പാർട്ടികൾ, ഇവരൊന്നും യോജിക്കില്ല. ഒരു മാസ്റ്റർ സ്ട്രോക്കായിട്ട് ഇത് കൊണ്ടുവരാം എന്ന് ധരിച്ചിട്ടാണ് ധൃതി പിടിച്ച് ഒരു പ്രത്യേക സിറ്റിംഗ് തന്നെ വിളിച്ചു ചേർത്തത്. ബജറ്റ് സമ്മേളനം കഴിഞ്ഞ് അംഗങ്ങളെല്ലാം പിരിഞ്ഞു പോയ ശേഷമാണ് ഈ പൊടുന്നനെ ഈ പ്രത്യേക സിറ്റിംഗ് എന്നുള്ള ഒരാശയവുമായിട്ട് ബിജെപി വന്നത്. പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട്. 2023 ഈ വനിതാ സംവരണം കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ബിജെപിക്കാരോട് താണുകേട് പറഞ്ഞില്ലേ, ഇതെന്തിനാണ് 2026 ശേഷമുള്ള ഒരു സെൻസസുമായിട്ട് ബന്ധിപ്പിക്കുന്നത്, ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധിപ്പിക്കുന്നത്, നമുക്കുടനെ നടത്തിക്കൂടെ? ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഭേദഗതികൾ സഭയിൽ അവതരിപ്പിച്ചു. അതൊന്നും പറ്റില്ല. 2026 ശേഷമുള്ള ഒരു സെൻസസ്, അതായത് ജനസംഖ്യാ കണക്കെടുപ്പിന് ശേഷം ഒരു മണ്ഡല പുനർനിർണയ കമ്മീഷനെ നിയോഗിച്ച് അതിനുശേഷം മതി വനിതാ സംവരണം നടപ്പിലാക്കുന്നത് എന്നാണ് ബിജെപി പറഞ്ഞത്. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് കേട്ടെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭയുടെയും അതുപോലെ നിയമസഭകളുടെയും 3/1 അംഗസംഖ്യ വനിതകളായിരുന്നു. ഇപ്പോൾ ബിജെപി പറയുന്നത് സ്ത്രീകളുടെ ഒരു ആക്രോശം, ദേഷ്യം, രോഷം പ്രതിപക്ഷത്തിനെതിരെ തിരിയാൻ പോവുകയാണ്. ബെസ്റ്റ്, എന്തൊരു ഐഡിയ നോക്ക്. വെണ്ണ വെച്ച് കൊക്കിനെ പിടിക്കാന്നുള്ളൊരു പഴമൊഴിയുണ്ടല്ലോ, അതുപോലൊരു പരിപാടിയാണ് ഇവർ ചെയ്തത്. അഥവാ പരാജയപ്പെട്ടാൽ പ്രതിപക്ഷം വനിതാ ശാക്തീകരണത്തിനെതിരാണ്, വിജയിച്ചാൽ കോളടിച്ചല്ലോ, നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ മാറ്റിമറിക്കാലോ, 850 സീറ്റാവുമ്പോൾ ഉത്തരേന്ത്യക്ക് കിട്ടുന്ന മൃഗീയമായിട്ടൊരു ആധിപത്യമില്ലേ, മാത്രമല്ല ലോക്സഭ ഒന്നിനും കൊള്ളാത്ത ഒരു സഭയായി മാറില്ലേ. അപ്പോൾ തോറ്റാൽ ഇങ്ങനെ പറയണം, ജയിച്ചാൽ വലിയ മേന്മ തങ്ങൾക്ക് കിട്ടുമെന്ന് ബിജെപി കണക്കൂട്ടി. ഇതൊന്നും ജനങ്ങളുടെ ഇടയ്ക്ക് വിജയിക്കാൻ പോകുന്നില്ല. എനിക്ക് മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്. 1989 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നഗരപാലിക പഞ്ചായത്ത് ബില്ല് കൊണ്ടുവന്നു. ലോക്സഭയിൽ മൃഗീയ ഭൂരിപക്ഷം കൊണ്ട് പാസായി. രാജ്യസഭയിൽ വന്നപ്പോൾ അത് പരാജയപ്പെട്ടു. അന്ന് രാജീവ് ഗാന്ധിയുടെ പ്രസംഗം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളിത് പരാജയപ്പെടുത്തിയാൽ ജനങ്ങൾ മുഴുവൻ, നാരികൾ മുഴുവൻ, സ്ത്രീകൾ മുഴുവൻ നിങ്ങൾക്കെതിരെ തിരിയും. 1989 തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ച്? മൂക്കുകുത്തി രാജീവ് ഗാന്ധി വീണു. ഇങ്ങനെയൊന്നും വെണ്ണ വെച്ച് കൊക്കിനെ പിടിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ സ്ത്രീകളെ കബളിപ്പിക്കാൻ പറ്റില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ ബിജെപി ഇതുപോലുള്ള ഗൂഢപദ്ധതികളുമായി ഇനിയും മുമ്പോട്ട് വരും. പക്ഷേ കരുതലോടെ, ജാഗ്രതയോടെ പ്രതിപക്ഷം നിലകൊണ്ടാൽ ഇങ്ങനെയുള്ള ഈ പദ്ധതികളെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് ഇന്നത്തെ ലോക്സഭയിലെ വോട്ടെടുപ്പിലൂടെ തെളിയിക്കുന്നത്.